students, welcome to my college programs. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു സബ്ജക്റ്റ് ആണ്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് പാഠം എന്ന് പറയുന്നത് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ഇത് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. ഇതുവരെ നമ്മൾ എന്താ പറയുക, ഇതുവരെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് എക്സാം ബോർഡാണോ ക്വസ്റ്റ്യൻസ് തരുന്നത് അത് എപ്പോഴും ഉണ്ടാകുന്ന റിപ്പീറ്റ് ആയിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും വരുന്ന നിങ്ങൾക്ക് പ്രതീക്ഷയാവുന്ന ഒരു ചോദ്യമാണ് എന്ത്, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ചോദ്യം. അത് തന്നെ നമ്മൾ എന്തുവാണ്, പാഠത്തിന്റെ പേരുമാണ് അല്ലെ, ചാപ്റ്ററിന്റെ പേരുമാണ്, അതൊരു എസ്സേന്റെ ക്വസ്റ്റ്യനുമാണ്. അപ്പൊ അതെന്തായാലും പിന്നെ അത് മൊത്തത്തിലൊന്ന് റിവൈൻഡ് ആൻഡ് മൊത്തത്തിലൊരു എക്സ്പ്ലനേഷൻ ആണ് നമ്മുടേത്. അതായത് ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. എന്താണ് നമ്മുടെ പിന്നെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള ലിബേർട്ടി, ഫ്രട്ടേണിറ്റി, ഈക്വാളിറ്റി എന്നൊക്കെ നമ്മുടെ സമൂഹവും പൊളിറ്റിക്സുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. റോൾ ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റിന് എന്താണ് റോള്, സിറ്റിസൺസ് ആൻഡ് ഗവൺമെന്റ് അല്ലെ, സിറ്റിസൺസും ഗവൺമെന്റും നിർബന്ധമായിട്ട് എന്തിലുണ്ടാവും, പൊളിറ്റിക്സിലുണ്ടാവും. നെക്സ്റ്റ് ലിബേർട്ടി ആൻഡ് നീഡ് ഓഫ് ഈക്വാളിറ്റി. ഇത്രയും സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ, പിന്നെ റോൾ ഓഫ് സ്റ്റേറ്റ് അല്ലെ, നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. മിസ് ഇവിടെ എഴുതിയത് ഹെഡിങ് ആണെങ്കിലും ഇതെന്താണ് ഒരു മിസ് ഇവിടെ എഴുതുന്നുണ്ട്, എസ്സേ ക്വസ്റ്റ്യൻ ആണ്. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. എന്താണ് പൊളിറ്റിക്കൽ സയൻസിന്റെ മീനിങ്? നമുക്ക് ജസ്റ്റ് പാടൊന്ന് മിസ് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. എന്താ പൊളിറ്റിക്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മിസ് ഒന്ന് വായിക്കാം. അതായത് യുവർ കോഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻ വിത്ത് ദിസ് ലെസൺ. ദിസ് ലെസൺ ട്രൈ ടു എക്സ്പ്ലോർ ദ മീനിങ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് ട്രഡീഷണലി ബിഗിൻസ് ദ ends with the state അല്ലെ. ട്രഡീഷണലി പരമ്പരാഗതമായിട്ട് നമ്മളെ പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻസ് മീൻസ് തുടക്കം കുറിച്ചത് തന്നെ എന്ത് റിലേറ്റഡ് ചെയ്തിട്ടാണ്, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് റിലേറ്റഡ് ചെയ്തിട്ടാണ് നമ്മുടെ പണ്ടേ പാരമ്പര്യപരമായിട്ട് നമ്മുടെ ഈ ഒരു പൊളിറ്റിക്സ് എന്ന ഒരു പദം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ രൂപീകരിക്കപ്പെട്ട് വന്നത്. ഓക്കെ, സോ കൺസിഡേർഡ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. നമുക്കൊന്നും നോക്കാനില്ല. വാട്ട് ഈസ് പൊളിറ്റിക്സ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. നിങ്ങൾ ഇപ്പം തന്നെ മിസ് പറയുന്നത് ബൈഹാർട്ടാക്കി വേഗം പഠിക്കും. എന്താണ് വാട്ട് ഈസ് പൊളിറ്റിക്സ്? വൺ വേർഡിൽ ചോദിച്ചാലും ഇനിയിപ്പോൾ എസ്സേ വരികയാണെങ്കിലും ഒക്കെ നമുക്ക് പാരഗ്രാഫിലെ ഫസ്റ്റ് എഴുതാനുള്ള പോയിന്റ് ആണ് മിസ് പറഞ്ഞത്, വാട്ട് ഈസ് പൊളിറ്റിക്സ് എന്നുള്ളത്. പിന്നെ എന്താണ് വാട്ട് ഈസ് പൊളിറ്റിക്സ് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. ഗവൺമെന്റും സ്റ്റേറ്റും ഇല്ലാതെ ഒരിക്കലും ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയം അവിടെ ഉണ്ടാവില്ല. പിന്നെ എന്തും വേണം, സിറ്റിസൺസ് വേണ്ടേ, പൗരന്മാർ വേണം, എന്നാലേ ആ ഒരു സ്റ്റേറ്റ് ആവുള്ളൂ. സ്റ്റേറ്റ് എന്തിന്റെ ഒരു ഭാഗമാണ്? പൊളിറ്റിക്സിന്റെ വേറൊരു വിഭാഗമാണ് അല്ലേ. ഓക്കെ, രാഷ്ട്രീയ ചരിത്രം എന്നൊക്കെ പറയും നമ്മൾ അല്ലേ. ഇറ്റ് കൺസേൺസ് ആൻഡ് സിൻസ് ലേ ദ എംഫസൈസ് ഓഫ് ഇറ്റ്സ് ബീങ് ദ സ്റ്റഡി ഓഫ് പവർ ആൻഡ് അതോറിറ്റി. എന്തിനും കൂടി ഭാഗമാണ് പവർ, അധികാരം അല്ലെ. അതോറിറ്റി മീൻസ് നമ്മുടെ അധികാരത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്, കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ അതോറിറ്റി എന്ന് പറയുന്നു. പവറും അതോറിറ്റി, സിറ്റിസൺ, ഗവൺമെന്റ്, സ്റ്റേറ്റ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്തില്, പൊളിറ്റിക്സ് എന്ന ആ ഒരു വേർഡിൽ. അല്ലെങ്കിൽ വാട്ട് ഈസ് പൊളിറ്റിക്സ്, ഇറ്റ്സ് ഇൻക്ലൂഡ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൽ മീനിങ് ആണ് മിസ് പറയുന്നത്. പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ദ പൊളിറ്റിക്കൽ സയൻസ് മീൻസ് അല്ലെങ്കിൽ ഓർ politics means it's included the study of state and government. It also included people, citizens, then common people and language. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്തിൽ, പൊളിറ്റിക്സിൽ. നാഷണാലിറ്റി ഇതൊക്കെ പൊളിറ്റിക്സിൽ വേണ്ട, ദേശീയത. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇതിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് കൊടുത്തത് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഓഫ് പൊളിറ്റിക്കൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പൊളിറ്റിക്സ്. ഡിസ്ക്രൈബ് ദ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്താ, അതിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. റെക്കഗ്നൈസ് ദ റെലവൻസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് സിറ്റിസൺ ദ സ്റ്റേറ്റ്. എന്ന റെലവൻസ് മീൻസ് ഇമ്പോർട്ടൻറ്റ്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നീതി, ന്യായം അല്ലെ, ജനങ്ങൾ, സിറ്റിസൺസും നീതി, ന്യായം, ഒരു ജുഡീഷ്യറി, കോടതി ഒക്കെ വേണം നമ്മളൊരു സമൂഹത്തിൽ. അപ്പോൾ ഇതൊക്കെ കൂടി പൊളിറ്റിക്സ് ആയിട്ട് എന്തും ബന്ധപ്പെട്ടതാണ്. അല്ലെ, പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാമാണ് പൊളിറ്റിക്സ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? സിറ്റിസൺ ഉണ്ടാവും, കോമൺ പീപ്പിൾസ് ഉണ്ടാവും, ദെൻ പിന്നെന്തുണ്ടാവും, ലാംഗ്വേജസ് ഉണ്ടാവും, നാഷണാലിറ്റി ഉണ്ടാവും, സ്റ്റേറ്റ് തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവും,
പിന്നെ സിറ്റിസൺസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ പവറും ഉണ്ടാവും, അതോറിറ്റി ഉണ്ട്, അത് നിർബന്ധമാണ്. ഒരു അധികാരം കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റിയും ഉൾപ്പെട്ടാൽ മാത്രം നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയാം. അപ്പൊ മിസ് ഈ പറഞ്ഞതൊക്കെ എന്തിന്റെ ആൻസർ ആണ്? മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള എസ്സേ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അത് മിസ് വായിക്കാം. നമുക്ക് ഓരോരുത്തരെ പിന്നെ അഭിപ്രായത്തിൽ RJ ഗട്ടൽ എന്നൊരു ആൾ പറഞ്ഞെന്താ, അതേപോലെ JW ഗാർണർ, ഹീസ് എ വെരി ഫേമസ് ഫിലോസഫർ. The name of that philosopher is JW ഗാർണർ. അറിയാലോ ഗാർണർ എന്താ പറഞ്ഞത്? പൊളിറ്റിക്സ് ദ ബിഗിൻസ് ആൻഡ് ends with the state. Politics begin and end with the state. ഒരാൾ പറഞ്ഞ് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചരിത്രകാരൻ പറഞ്ഞത്, ഒരാളെന്തെങ്കിലും പറഞ്ഞത്, ഒരു പൊളിറ്റീഷ്യൻ എന്നൊക്കെ പറയല്ലേ പറഞ്ഞത്, അതായത് സ്റ്റേറ്റിൽ നിന്ന് അവസാനിക്കുന്നതും സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന വേർഡിൽ നിന്ന് തുടങ്ങുന്നതും സ്റ്റേറ്റ് എന്ന വേർഡിൽ നിന്ന് അവസാനിക്കുന്നതിനും അവസാനിക്കുന്നതിന് എന്തെന്ന് പറയുന്നു? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആര് പറഞ്ഞു? ഗാർണർ. മറന്നു പോകരുത്, ഗാർണറാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇതിൽ ഹാരോൾഡ് ജി ലക്ഷി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഹാരോൾഡ് എന്താ പറഞ്ഞത്? The study of the state in the past, present and future. Stated the same wise the politics concerned with itself, life, men and women relations, organized state. ഒരു ആരാണ് ഹാരോൾഡ് പറഞ്ഞ എന്താണ്? ഒരു അതിർത്തി, ഒരു നിശ്ചിത സ്ഥലത്ത് മെന്നും വിമണും, അതായത് പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ഏരിയയിൽ റിലേഷൻ ഓർഗനൈസ്ഡ് സ്റ്റേറ്റ്, ഒരു ഓർഗനൈസ്ഡ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും എല്ലാം അടങ്ങിയ ഒരു അതോറിറ്റി ആൻഡ് പവർ ഒക്കെ കൂടി ഉൾക്കൊള്ളുന്നതിനെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആര് പറഞ്ഞു? ഹാരോൾഡ് ലക്ഷി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് എന്തിൽ എഴുതണം? മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ. പിന്നെ ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് ഗ്രോത്തിന്റെ ആൻസർ എന്താ എഴുതുക നമ്മള്? The term politics is derived the Greek word polis. Okay, growth എന്ന പൊളിറ്റിക്സ് എവിടുന്നാണ് ഉയർന്നു വന്നത്? എന്താണ് അതിന്റെ ഗ്രോത്ത്? എങ്ങനെയാണ്? The politics is derived from the Greek word polis. അധിക വേർഡും ഗ്രീക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് നമുക്കറിയാം അല്ലേ. നെക്സ്റ്റ് പിന്നെ പോളിസ് മീൻസ് സിറ്റി സ്റ്റേറ്റ്. ഗ്രീക്കിൽ കുറേ സിറ്റി സ്റ്റേറ്റിലെ ഏതൻസ് ഒക്കെ പോലെയുള്ള ഗ്രീക്കിൽ കുറേ സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സിറ്റി സ്റ്റേറ്റ്സിന് പറയുന്ന പേരാണ് പോളിസ്. ഓക്കെ, ആ പദത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പൊളിറ്റിക്സ് എന്ന പദം വന്നത്. പിന്നെ that is made the commanders as you the rightly defined politics is term of the state or government. However, the definition does not exhaust the meaning of politics. Okay, politics is a study of shaping and sharing of power. എന്താണ് പൊളിറ്റിക്സ്? ഈസ് എ ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ. അതായത് രൂപപ്പെടുത്തി എടുക്കുന്നതും ഷെയർ ചെയ്യുന്നതും അല്ലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നതും അല്ലെ കൈമാറ്റം ചെയ്യുന്നതുമായ ഒരു പവറിനെ പൊളിറ്റിക്സ് എന്ന് പറയുന്നു. In a word, politics deals with the state and power. ഇതിൽ ആവർത്തിച്ച് പറയുന്നത് എന്തോ ഒറ്റ വേർഡേ ഉള്ളൂ അല്ലേ? റോൾ ഓഫ് സ്റ്റേറ്റിൽ അല്ലേ എന്താ പറയുന്നത്? പവർ. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉള്ളത്? പവർ ആൻഡ് അതോറിറ്റി. പവർ ആൻഡ് അതോറിറ്റി, റോൾ ഓഫ് സ്റ്റേറ്റിൽ. ഈ സ്റ്റേറ്റിന്റെ കാര്യം എന്നാൽ പവർ ആൻഡ് സ്റ്റേറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ് പൊളിറ്റിക്സ് എന്ന പദം ഉണ്ടായത് എന്നാണ് ആര് പറയുന്നത്? ഈ ഒരു നമ്മുടെ രാഷ്ട്രീയ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. Somebody says in India has a parliamentary democracy. It is the same making the statement like that India should reach the presidential form of democracy. ഇത് പറയുമ്പോഴാണ്, പൊളിറ്റിക്സിനെ പറ്റി പറയുമ്പോഴാണ് സിറ്റിസൺസ് ആൻഡ് ഗവൺമെന്റിലേക്ക് പോകുമ്പോൾ ഏതാണ് എക്സാമ്പിൾ എടുക്കുന്നത്? നമ്മുടെ ഇന്ത്യ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. നമ്മളുടെ എന്താണ്? ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ആർക്കാണ് പവർ ആൻഡ് അതോറിറ്റി ആണല്ലോ പൊളിറ്റിക്സ്. അപ്പൊ പവർ ആർക്കാണ് ഇവിടെ? നമ്മൾ ജനങ്ങൾക്കാണ് പവർ. ഇവിടെ അതോറിറ്റി ആരാണ്? ജനങ്ങൾ തന്നെ. ജനങ്ങൾ സെലക്ട് ചെയ്ത് പോകുന്ന പൊളിറ്റീഷ്യൻസ് സെലക്ട് ചെയ്ത് പോകുന്ന ലീഡർഷിപ്പ് ലീഡേഴ്സ് ആണ് നമ്മളവിടെ ഭരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഗ്രോത്ത് ഓഫ് ഡിസിപ്ലിൻ പൊളിറ്റിക്കൽസ്. ഗ്രോത്ത് ഇങ്ങനെ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ് സ്റ്റേറ്റ് ഇൻ ദ ഗ്രീക്ക് ആൻഡ് 4th century BC and philosophers like Plato and Aristotle use a most comprehensive sense. Aristotle called politics is a master science. ഓക്കെ, അരിസ്റ്റോട്ടിൽ നിങ്ങൾക്കറിയാം. ആരാ അരിസ്റ്റോട്ടിൽ? അരിസ്റ്റോട്ടിൽ ഈസ് എ ഫിലോസഫർ ഓഫ് ഗ്രീക്ക്. അദ്ദേഹം എന്താ പറഞ്ഞത്? പൊളിറ്റിക്സ് ഈസ് എ മാസ്റ്റർ ഓഫ് സയൻസ് എന്നാണ് പൊളിറ്റിക്സിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. മാസ്റ്റർ ഓഫ്
മാസ്റ്റർ ഓഫ് സയൻസ് എന്നാണ് പൊളിറ്റിക്സിനെ മാസ്റ്റർ ഓഫ് സയൻസ് എന്നാണ് പൊളിറ്റിക്സിനെ നമ്മൾ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഗ്രീക്ക് തത്വചിന്തകന്മാരാണ് അല്ലെ. ഗ്രീക്ക് ആൻഡ് 4th century BC. അരിസ്റ്റോട്ടിൽ കോൾഡ് പൊളിറ്റിക്സ് എസ് എ മാസ്റ്റർ. അരിസ്റ്റോട്ടിൽ കോൾഡ് ഇസ് എ മാസ്റ്റർ ഫോർ ഹിം കോംപ്രമൈസ് നോട്ട് ഓൺലി ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഫാമിലി പ്രോപ്പർട്ടി ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ എന്തൊക്കെ വേണം? ഫാമിലി, പ്രോപ്പർട്ടി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വേണം. ഇതൊക്കെ എന്തിലാണ്? ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് ആൻസറിൽ പറയാൻ പറ്റും. പിന്നെ റോൾ ഓഫ് സ്റ്റേറ്റിൽ പറയാൻ പറ്റും, സിറ്റിസൺസ് ആൻഡ് ഗവൺമെന്റ്, ലിബർട്ടി, നീഡ്, ഇതിലൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിലൊക്കെ മിസ് പറയുന്ന പോയിന്റ് കൂട്ടി എഴുതി എസ്സേ എഴുതാൻ പറ്റും. എസ്സേന്റെ ഇതിൻ്റെയൊക്കെ ആൻസർ ആയിട്ട് നമുക്കൊക്കെ കൊടുക്കാൻ പറ്റും. കാരണം ബാക്ക്ഗ്രൗണ്ട് ആണ് പൊളിറ്റിക്സിന്റെ. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയ അരിസ്റ്റോട്ടിൽ സേസ് ദാറ്റ് പൊളിറ്റിക്സ് ഇസ് എ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് പറഞ്ഞു. ആൻഷ്യൻ ഗ്രീക്ക് വ്യൂ അബൌട്ട് പൊളിറ്റിക്കൽ സയൻസ് വാസ് മെയിൻലി എത്തിക്കൽ. പിന്നെ അവർ ഇതിഹാസ സംബന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. Next, distinction politics and political science. What is the mean politics and political science? The term political science and politics are often to interchangeably. However, the distinction between the two needs of understood. Some of the scholars define politics to be the science of the government. Politics difference between politics and political science. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പവർ അല്ലെ, പവർ ആൻഡ് അതോറിറ്റി തമ്മിലുള്ള ബന്ധമാണ് പൊളിറ്റിക്സ്. എന്നാൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മുടെ ആളുകൾ പറയുന്നത്? But it's only the part of the total explanation of the subject of political science. Nowadays, the term politics use the meaning of problems of citizens interacting the instrument of political power. Politics, then according to the political scientists, the study of political science compromises the theory of state, concept of sovereign power and form of functions of government. Political science എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഗവൺമെന്റ്